ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട ശേഷം വിനോദിന്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. ട്രാക്കിൽ കിടന്ന് രക്തം വാർന്ന് അധികം വൈകാതെ മരിച്ചു. ശരീരത്തിൽ 9 ഇടങ്ങളിൽ ആഴത്തിലുള്ള മുറിവ്. എതിർദിശയിൽ നിന്ന് വന്ന ട്രെയിൻ ദേഹത്ത് കയറി 2 കാലുകളും ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിലായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമായത്. അതിക്രൂരമായ കൊലപാതകത്തിന് ശേഷം പ്രതി തന്നെ മദ്യലഹരിയിൽ നടന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. കുന്നംകുളത്തെ ഹോട്ടലിലാണ് ഒഡീഷ സ്വദേശിയായ പ്രതി രജനീകാന്ത ജോലി ചെയ്തിരുന്നത്. എന്നാൽ മദ്യപിച്ച് ജോലിക്കെത്തിയതിനാൽ പ്രതിയെ ഇന്നലെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി ഹോട്ടലുടമ പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് പുള്ളി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാവിലെ 10:30. അപ്പോൾ അങ്ങനെ മദ്യപിച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഞാൻ അക്കൗണ്ട്സിലേക്ക് പറഞ്ഞിട്ട് അവിടെ കണക്ക് ക്ലോസ് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടേക്ക് ഇവിടെ നിർത്തണ്ട എന്ന് തന്നെ പറഞ്ഞു. ഉച്ചതിരിഞ്ഞ് 3:30 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മഞ്ഞുമലിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എറണാകുളം പാട്ന എക്സ്പ്രസിൽ രജനീകാന്തയോട് വിനോദ് ടിക്കറ്റ് ചോദിച്ചതിനെ ചൊല്ലിയുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.